Hi students, today we are going to discuss about socket programming. So first of all, what is socket? Socket പ്രോഗ്രാമിങ്ങിനകത്ത് socket എന്നുള്ള ടേം കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? A socket is one endpoint of a two-way communication link between two programs running on the network. ഒരു നെറ്റ്വർക്കിനകത്ത് റൺ ചെയ്യുന്ന രണ്ട് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസുകളെ തമ്മിൽ two-way കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എൻഡ് പോയിന്റ് അതിനെയാണ് സോക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നെറ്റ്വർക്കിൽ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് റൺ ചെയ്യും. ആ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസിന് തമ്മിൽ two-way കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻഡ് പോയിന്റ്സുകളെ അല്ലെങ്കിൽ നോഡുകളെയാണ് സോക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, the socket mechanism provides a means of interprocess communication, that is IPC, by establishing named contact points between which the communication take place. സോ സോക്കറ്റ് മെക്കാനിസത്തിലൂടെ രണ്ട് പ്രോസസ്സുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണം എങ്കിൽ അവ തമ്മിൽ എന്ത് ചെയ്യണം? കണക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ആദ്യം അവ തമ്മിൽ രണ്ട് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് തമ്മിൽ എന്ത് ചെയ്യണം? കണക്ഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് അവ തമ്മിൽ എന്ത് ചെയ്യുക? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, സോക്കറ്റ് ഈസ് ക്രിയേറ്റഡ് യൂസിങ് സോക്കറ്റ് സിസ്റ്റം കോൾ. അപ്പോൾ സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സോക്കറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കോളാണ് പ്രോഗ്രാമിങ്ങിനകത്ത് യൂസ് ചെയ്യുന്നത്. ദ സോക്കറ്റ് പ്രൊവൈഡ്സ് ബൈഡയറക്ഷണൽ FIFO communication facility over the network. A socket connecting to the network is created at each end of the communication. ഇനി സോക്കറ്റ് നമ്മൾ പറഞ്ഞു ബൈഡയറക്ഷണൽ FIFO കമ്മ്യൂണിക്കേഷൻ. ബൈഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷനാണ് ഈ സോക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ രണ്ട് നെറ്റ്വർക്കിലുള്ള രണ്ട് ഡിവൈസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് ഡിവൈസുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഈ സോക്കറ്റ് സിസ്റ്റം കോൾ യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. ഇനി ഒരു സോക്കറ്റിന് എന്തുണ്ടാവും? ഒരു സ്പെസിഫിക് അഡ്രസ്സ് ഉണ്ടാകും. അപ്പോൾ ആ സോക്കറ്റിനകത്ത് സ്പെസിഫിക് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോക്കറ്റ് അഡ്രസ്സ് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ്സ് എന്ന് പറയുന്നത് IP അഡ്രസ്സും പോർട്ട് നമ്പറും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള അഡ്രസ്സിനെയാണ് സോക്കറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു സോക്കറ്റ് നമ്മൾ പറഞ്ഞു കമ്മ്യൂണിക്കേഷനകത്ത് ഇപ്പോൾ നെറ്റ്വർക്കിലുള്ള രണ്ട് ഡിവൈസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ രണ്ട് എൻഡിലും എന്തുണ്ടാവും? സോക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ സോക്കറ്റിനകത്ത് എന്തുണ്ടാവും? ഒരു സോക്കറ്റ് അഡ്രസ്സ് ഉണ്ടാവും. ആ സോക്കറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് IP അഡ്രസ്സിൻ്റെയും പോർട്ട് നമ്പറിൻ്റെയും കോമ്പിനേഷനാണ് സോക്കറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എവിടെയൊക്കെയാണ് ഈ സോക്കറ്റ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോക്കറ്റ് യൂസ് ചെയ്യുന്നത് ഇറ്റ്സ് ജനറലി എംപ്ലോയ്ഡ് ഇൻ ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻസ്. ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ സോക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, the server creates a socket attached to it to a network port address, then waits for the client to contact it. അപ്പം സർവർ എന്ത് ചെയ്യും? ഒരു സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യും. ദെൻ എന്നിട്ട് അതെന്ത് ചെയ്യും? നെറ്റ്വർക്ക് പോർട്ട് അഡ്രസ്സുമായിട്ട് അറ്റാച്ച് ചെയ്യും. ഈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സോക്കറ്റിനെ നെറ്റ്വർക്ക് പോർട്ട് അഡ്രസ്സുമായിട്ട് അറ്റാച്ച് ചെയ്യും. ദെൻ അതെന്ത് ചെയ്യും? ഈ സെർവർ സോക്കറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല? കമ്മ്യൂണിക്കേഷൻ നടക്കാൻ പറ്റില്ല. എന്തും കൂടെ വേണം? ഒരു ക്ലയൻറ്റും കൂടെ വേണം. ആ ക്ലയൻറ്റ് ഈ സെർവറിനെ കണക്ട് ചെയ്താൽ മാത്രമേ ആ ക്ലയൻറ്റും സെർവറും തമ്മിൽ എന്ത് ചെയ്യുള്ളൂ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യും? ഒരു ക്ലയൻറ്റ് ഇതിനെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ വെയിറ്റ് ഫോർ ദി ക്ലയൻറ്റ് ടു കോണ്ടാക്ട് ഇറ്റ്. ആ ക്ലയൻറ്റ് വേറൊരു ക്ലയൻറ്റ് ഈ സെർവറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യും? കുറച്ച് സമയം വെയിറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ദി ക്ലയൻറ്റ് ക്രിയേറ്റ്സ് എ സോക്കറ്റ്. ഇപ്പം ഈ സെർവറുമായിട്ട് ക്ലയൻറ്റിന് കണക്ട് ചെയ്യണമെങ്കിൽ അത് എന്ത് ചെയ്യണം? ഒരു സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യും. ദെൻ അറ്റംപ്റ്റ്സ് ടു കണക്ട് ടു ദ സെർവർ സോക്കറ്റ്. ദെൻ ഈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സോക്കറ്റ് വഴി എന്ത് ചെയ്യും? സെർവർ സോക്കറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റംപ്റ്റ് ചെയ്യും. ദെൻ വെൻ ദ കണക്ഷൻ ഈസ് എസ്റ്റാബ്ലിഷ്ഡ്.
അപ്പം ഈ സെർവർ സോക്കറ്റും ക്ലയൻറ്റ് സോക്കറ്റും തമ്മിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന പ്രോസസ്സാണ് ഡാറ്റ ട്രാൻസ്ഫറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സെർവർ ഒരു സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യും, ദെൻ ആ സോക്കറ്റിനെ നെറ്റ്വർക്കിനകത്തുള്ള പോർട്ട് അഡ്രസ്സുമായിട്ട് അറ്റാച്ച് ചെയ്യും, ദെൻ അതെന്ത് ചെയ്യും, ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ ഇപ്പം ഇയാൾ ഒരു മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം അല്ലേ, അപ്പുറത്തെ സൈഡിലൊരു എൻഡ് ഡിവൈസ് വേണം. ഒരു നെറ്റ്വർക്കിലുള്ള 2 എൻഡ് ഡിവൈസുകൾ തമ്മിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലേ. അപ്പം ഒരു സെർവറും ക്ലയൻറ്റും തമ്മിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ സെർവർ എന്ത് ചെയ്യും, ഒരു സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യും, ദെൻ ആ സോക്കറ്റിന് നെറ്റ്വർക്കിലെ പോർട്ട് അഡ്രസ്സുമായിട്ട് അറ്റാച്ച് ചെയ്യും, ദെൻ അതെന്ത് ചെയ്യും, ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അപ്പുറത്തെ എൻഡിൽ ഒരു നോഡുമായിട്ട് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വെയിറ്റ് ചെയ്യും. ദെൻ ആ അപ്പുറത്തെ എൻഡിൽ അല്ലെങ്കിൽ ക്ലയൻറ്റ് എന്ത് ചെയ്യും, അപ്പുറത്തെ എൻഡിലുള്ള ആൾ എന്ന് പറയുന്നത് ഇവിടെ ക്ലയൻ്റ് ആയിട്ടാണ് നമ്മൾ എടുത്തത്, സെർവറും ക്ലയൻറ്റും. ഓക്കെ, അപ്പം അപ്പുറത്തെ എൻഡിലുള്ള ക്ലയൻറ്റ് എന്ത് ചെയ്യും, ഇതുപോലെ ഒരു സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യും. സോക്കറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ സെർവർ സോക്കറ്റുമായിട്ട് അത് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കും. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ദേ ക്യാൻ പാസ് ഡാറ്റ ടു ദ സോക്കറ്റ് ഫോർ ദി ട്രാൻസ്മിഷൻ ആൻഡ് റിസീവ് ഡാറ്റ ഫ്രം ദി സോക്കറ്റ്. ഇപ്പോൾ 2 സോക്കറ്റുകൾ, സെർവർ സോക്കറ്റും ക്ലയൻറ്റ് സോക്കറ്റും വഴി എന്ത് ചെയ്യും, ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. Most of the application level protocols like FTP, SMTP and POP3 make use of sockets to establish connection between client and server and then for exchanging data. അപ്പോൾ നമ്മൾ കുറേ ആപ്ലിക്കേഷൻ ലെവൽ പ്രോട്ടോകോൾസ് പഠിച്ചു അല്ലേ. ഏതൊക്കെയായിരുന്നു ആപ്ലിക്കേഷൻ ലെവൽ പ്രോട്ടോകോൾസ്? FTP, SMTP, അതുപോലെ POP3, ഇങ്ങനെയുള്ള മെയിൽ സെർവർ പ്രോട്ടോകോൾസ് ആണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രോട്ടോകോൾസ് ഒക്കെ ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ലയൻറ്റും സെർവറും തമ്മിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഡാറ്റ ട്രാൻസ്ഫറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, ഈ സോക്കറ്റ് പ്രോഗ്രാമിംഗ് ആണ്. സോക്കറ്റ് പ്രോഗ്രാമിംഗ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റ എക്സ്ചേഞ്ചിങ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോട്ടോകോൾസ് എല്ലാം തന്നെ യൂസ് ചെയ്യുന്നത് സോക്കറ്റ് വഴിയാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ സോക്കറ്റ് പ്രോഗ്രാമിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് 2 ടൈപ്സ് ഓഫ് സോക്കറ്റ്സുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? TCP സോക്കറ്റും UDP സോക്കറ്റും. TCP സോക്കറ്റിന് പറയുന്നതാണ് സ്ട്രീം സോക്കറ്റ് എന്നുള്ളതും പറയും. ഓക്കെ, അതുപോലെ UDP സോക്കറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് ഡാറ്റാഗ്രാം സോക്കറ്റ്. ഓക്കെ, അപ്പോൾ TCP സോക്കറ്റും UDP സോക്കറ്റും ആണ് ഇങ്ങനെ ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സോക്കറ്റ് പ്രോഗ്രാമിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന 2 ടൈപ്പ് ഓഫ് സോക്കറ്റ്സ് ആണ് TCP സോക്കറ്റ് അല്ലെങ്കിൽ UDP സോക്കറ്റ്. ഏത് സോക്കറ്റ് യൂസ് ചെയ്തിട്ടും എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും. ഓക്കെ, ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുക, ക്ലയൻറ്റും സെർവറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ TCP സോക്കറ്റും UDP സോക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നെക്സ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ TCP സോക്കറ്റിന് പറയുന്നതാണ് സോക്ക് സ്ട്രീം എന്ന് പറയുന്നത്. ഓക്കെ, സോക്ക് സ്ട്രീം എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാമിൽ കണ്ടു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുക, TCP സോക്കറ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ സോക്ക് ഡീഗ്രാം എന്ന് പറയുന്നത് UDP സോക്കറ്റാണ്. ഓക്കെ, അപ്പോൾ സോക്ക് സ്ട്രീം എന്ന് പറയുന്നത് TCP ആൻഡ് സോക്ക് ഡീഗ്രാം എന്ന് പറയുന്നത് UDP സോക്കറ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി സോക്ക് സ്ട്രീം അല്ലെങ്കിൽ TCP സോക്കറ്റിൻ്റെ പ്രത്യേകത എന്താ, റിലയബിൾ ഡെലിവറിയാണ്. ഡെലിവറി സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക്, അല്ലെങ്കിൽ ഒരു എൻഡ് പോയിന്റിൽ നിന്നും മറ്റൊരു എൻഡ് പോയിന്റിലേക്ക്, അല്ലെങ്കിൽ സെർവറിൽ നിന്നും ക്ലയൻറ്റിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, ഡാറ്റ ഡെലിവറി ചെയ്യുമ്പോൾ റിലയബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റ ഡെലിവറിയാണ് അവിടെ നടക്കുന്നത്. എന്നാൽ UDP വഴി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അൺറിലയബിൾ ഡാറ്റ ഡെലിവറിയാണ് അവിടെ നടക്കുക. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് TCPയും UDPയും റിലയബിളും അൺറിലയബിളും ആണെന്ന് പറയാൻ കാരണം, TCP എന്ന് പറയുന്നത് നമുക്കറിയാം കണക്ഷൻ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോളാണ് അല്ലേ. കണക്ഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഡാറ്റ ട്രാൻസ്ഫറിങ് നടത്തുന്നത്. ഓക്കെ, എന്നാൽ UDP എങ്ങനെയാണോ, കണക്ഷൻ ലെസ് പ്രോട്ടോക്കോളാണ്. കണക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടല്ല അവിടെ ഡാറ്റ ട്രാൻസ്ഫറിങ് നടക്കുക. ഓക്കെ, അപ്പം അതുപോലെ TCP എന്ന് പറയുന്നത് ബൈ ഡയറക്ഷണൽ
ഡെലിവറിയാണ്, ഡാറ്റ ഡെലിവറിയാണ്, അല്ലെങ്കിൽ ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ബൈ ഡയറക്ഷണൽ ആയിട്ടാണ്. സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്കും ഡെസ്റ്റിനേഷനിൽ നിന്ന് സോഴ്സിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫോർമേഷനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, TCP കണക്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ TCP സോക്കറ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. എന്നാൽ UDP സോക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ യൂണി ഡയറക്ഷണൽ ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ആണ് നടക്കുക. യൂണി ഡയറക്ഷൻ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഫിഗർ കൊടുത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫിഗറാണിത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു TCPൻ്റെ കേസിൽ ബൈ ഡയറക്ഷണൽ ഡാറ്റ ട്രാൻസ്ഫർ ആണ് നടക്കുക എന്ന് പറഞ്ഞു. ബൈ ഡയറക്ഷണൽ ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് സോഴ്സും ഡെസ്റ്റിനേഷനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യപ്പെടാം. എന്നാൽ UDPക്കകത്ത് യൂണി ഡയറക്ഷണലാണ്. അതുകൊണ്ട് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് മാത്രം എന്ത് ചെയ്യുള്ളൂ, ഡാറ്റ ട്രാൻസ്ഫറിങ് നടത്തുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഡെസ്റ്റിനേഷനിൽ നിന്ന് സോഴ്സിലേക്ക്, ഇങ്ങനെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റ ട്രാൻസ്ഫറിങ് നടത്തുന്നത്. അതിനെയാണ് യൂണി ഡയറക്ഷണൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഉള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് TCP ഇൻ ഓർഡർ ഗ്യാരണ്ടീഡ് ആണ്. ദാറ്റ് മീൻസ് ഡാറ്റേനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഡാറ്റ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡാറ്റേനെ ട്രാൻസ്ഫർ ചെയ്യുക. ഒരു മെസ്സേജ് സോഴ്സിൽ നിന്ന്, ഒരു സോഴ്സിൽ നിന്നും A എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ നിന്നും B എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മെസ്സേജിന് ഒരൊറ്റ ഡാറ്റയായിട്ട് അയക്കുകയാണോ ചെയ്യുക? അല്ല, മെസ്സേജിന് എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്ത് ഡിഫറെൻറ്റ് പാക്കറ്റ്സുകളാക്കിയിട്ടാണ് നെറ്റ്വർക്കിലൂടെ സെൻഡ് ചെയ്യുക അല്ലേ. ഒരു ഹോൾ മെസ്സേജിന് ഒരുമിച്ച് സെൻഡ് ചെയ്യില്ല ഒരിക്കലും. നെറ്റ്വർക്കിലൂടെ സെൻഡ് ചെയ്യുന്ന സമയത്ത് അതിന് ഡിഫറെൻറ്റ് പാക്കറ്റ്സുകളാക്കിയിട്ടാണ് സെൻഡ് ചെയ്യുക. അപ്പോൾ ആ പാക്കറ്റ്സുകൾ എന്ന് പറയുന്നത്, എങ്കിൽ ആ ഒരു ഒറ്റ സിംഗിൾ മെസ്സേജിനെ സ്പ്ലിറ്റ് ചെയ്ത് അയക്കുന്ന സമയത്ത് ഒരു ഓർഡർ ഗ്യാരണ്ടി ചെയ്യും. കറക്റ്റ് ഒരു ഓർഡറിലാണ്. ഇപ്പോൾ 1 എന്ന് പറയുന്ന പാക്കറ്റ്, നെക്സ്റ്റ് 2 എന്ന് പറയുന്ന പാക്കറ്റ്, നെക്സ്റ്റ് 3 എന്ന് പറയുന്ന പാക്കറ്റ്, ആ ഒരു കറക്റ്റ് ഓർഡറിൽ സീക്വൻസിലായിരിക്കും TCP കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ അയക്കുന്നുണ്ടാവുക. ഓർഡർ കറക്റ്റ് ആയിരിക്കും. എന്നാൽ UDP കണക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, ഒരു ഓർഡർ ഒന്നും ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ഡാറ്റേനെ കറക്റ്റ് സീക്വൻസിലൊന്നും ആയിരിക്കില്ല അയക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ റിസീവർ ആ ഡാറ്റേനെ സ്വീകരിക്കുന്നത് ഫസ്റ്റ് പാക്കറ്റ്, സെക്കൻഡ് പാക്കറ്റ് ആ ഒരു കറക്റ്റ് ഓർഡറിലായിരിക്കില്ല. ഓക്കെ, അതാണ് അവിടെ നോ ഓർഡർ ഗ്യാരണ്ടീസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സുകളാണ് TCPയും UDPയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. TCP സോക്കറ്റിന് പറയുന്ന പേരാണ് സോക്ക് സ്ട്രീം എന്ന് പറയുന്നത്. UDP പാക്കറ്റിന് പറയുന്നതാണ് സോക്ക് ഡീഗ്രാം എന്നുള്ളത്. ഇനി ഇവിടെ അൺറിലയബിൾ ആണ് എന്ന് പറഞ്ഞു. അതുപോലെ UDPൻ്റെ കേസിൽ കണക്ഷൻ ലെസ് ആണ് അല്ലേ. എപ്പോഴും കണക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടല്ല ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് സോഴ്സും അല്ലെങ്കിൽ ഒരു സെൻഡറും റിസീവറും തമ്മിൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമല്ല ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവണമെന്നില്ല, കറക്റ്റായിട്ട് ഡെസ്റ്റിനേഷനിലേക്ക് ഡാറ്റ എത്തണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. മനസ്സിലായോ? അതാണ് ഇവിടെ ഇൻഡു മാർക്ക് ഇട്ട് കാണിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഡാറ്റ ലോസ് സംഭവിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തും മനസ്സിലാക്കേണ്ടത്, ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് TCP സെർവർ ക്ലയൻറ്റ് ഇൻട്രാക്ഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു സോക്കറ്റ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സോക്കറ്റ് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നത് എവിടെയാണ്, സെർവറും ക്ലയൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷനകത്താണ് അല്ലേ. സെർവർ ക്ലയൻറ്റ് ആപ്ലിക്കേഷനകത്താണ് ഈ സോക്കറ്റ് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ സെർവറും ക്ലയൻറ്റും തമ്മിൽ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫങ്ഷൻ കോൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ ഈ ഒരു ഫിഗറിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് സെർവറും ക്ലയൻറ്റും ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഈ സെർവറിനകത്ത് സോക്കറ്റ് ഉണ്ടായിരിക്കും, അതേപോലെ ക്ലയൻറ്റിനകത്തും എന്തുണ്ടായിരിക്കും, സോക്കറ്റ് ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു സെർവർ എന്ത് ചെയ്യും, ആ സെർവറിനകത്ത് ഒരു സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യും. ഇനി ആ സെർവറിനകത്ത് സോക്കറ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതിയോ, ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തും കൂടെ വേണം, ഒരു ക്ലയൻറ്റും കൂടെ വേണം അല്ലേ. ഒരു സെൻറ്റർ ഉണ്ടായാൽ മാത്രം കമ്മ്യൂണിക്കേഷൻ നടക്കുമോ? ഇല്ല. കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ, ഒരു ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു 2-way കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ ഒരു സെൻറ്ററും ഉണ്ടാവണം, ഒരു റിസീവറും ഉണ്ടാവണം. എന്നാലല്ലേ അത് ഒരു 2-way കമ്മ്യൂണിക്കേഷൻ നടക്കുക അല്ലേ. അപ്പം ഈ സെർവറും സോക്കറ്റ് ക്രിയേറ്റ് ചെയ്തു, അത് മാത്രം പോരാ, ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ഒരു ക്ലയൻറ്റും കൂടെ വേണം അല്ലേ. ആ ക്ലയൻറ്റിനകത്തും എന്തുണ്ടായിരിക്കും, ഒരു സോക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ബൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇവിടെ ഓരോ ഫംഗ്ഷൻ കോളും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ മതി. ബൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സോക്കറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ സോക്കറ്റ് നമ്പർ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. ഞാൻ പറഞ്ഞല്ലോ സോക്കറ്റിൻ്റെ കൂടെ സോക്കറ്റ് എന്ന് പറയുമ്പം സോക്കറ്റിനകത്ത് എന്തുണ്ടാവും, ഒരു സോക്കറ്റ് അഡ്രസ്സ് ഉണ്ടായിരിക്കും. സോക്കറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണ്, IP അഡ്രസ്സും പോർട്ട് അഡ്രസ്സും കൂടി ചേർന്നതാണ്. പോർട്ട് നമ്പറും IP അഡ്രസ്സും കൂടെ ചേർന്നതിനെയാണ് സോക്കറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ സെർവർ ക്ലയൻറ്റ് ഇൻട്രാക്ഷൻ നിങ്ങൾക്ക് ഒന്നുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മളൊരു എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് ഒരു ടെലിഫോൺ നെറ്റ്വർക്കിൻ്റെ എക്സാമ്പിളാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ടെലിഫോൺ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താണ്, നമുക്കറിയാം ഒരു കോള് നമ്മൾ ഒരാൾക്ക് കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ നമ്മളാണ്, അപ്പുറത്തെ സൈഡിൽ ആരാണോ അത് റിസീവ് ചെയ്യുന്നത്, ആ കോൾ റിസീവ് ചെയ്യുന്ന ആളുണ്ടായിരിക്കും അല്ലേ. അപ്പം അവിടെ ടെലിഫോൺ എന്ന് പറയുന്നതാണ് എന്ത്, ഇതിന് നമുക്ക് ഈ 2 വേ കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന നോഡുകൾ അല്ലേ. ആ രണ്ട് എൻഡിലുള്ള ഡിവൈസ് എന്ന് പറയുന്നത് 2 വേ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പോസിബിൾ ആക്കുന്ന ഡിവൈസ് എന്ന് പറയുന്നത് എന്താണ്, ടെലിഫോൺ ആണ് അല്ലേ. അപ്പോൾ അവിടെ ടെലിഫോൺ എന്ന് പറയുന്നതാണ് എന്ത്, രണ്ട് എൻഡിലുള്ള എൻഡ് പോയിന്റ്സ് അല്ലെങ്കിൽ സോക്കറ്റ് എന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ സോക്കറ്റ്, അവിടുത്തെ സോക്കറ്റ് എന്താണ്, ഈ രണ്ട് ടെലിഫോണാണ്. അപ്പോൾ ഒരു ടെലിഫോൺ നെറ്റ്വർക്കിൻ്റെ എക്സാമ്പിൾ ഓർത്ത് വെച്ചാൽ മതി. സോക്കറ്റ് പ്രോഗ്രാമിംഗ് ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാൾക്ക് ഫോൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, ഫോൺ കോൾ നടക്കുന്നത് എങ്ങനെയാണ്, ഈ ടെലിഫോണിലൂടെയാണ് അല്ലേ. ഇവിടെ സെൻറ്ററിൻ്റെ അടുത്തൊരു ടെലിഫോൺ ഉണ്ടാവും, റിസീവറിൻ്റെ അടുത്തൊരു ടെലിഫോൺ ഉണ്ടാവും. ഇതല്ലേ എൻഡ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡിവൈസിലൂടെയല്ലേ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, സോക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ടെലിഫോണിന് എന്തുണ്ടായിരിക്കും, ഒരു നമ്പർ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ, ടെലിഫോൺ നമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് ആ ടെലിഫോണിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്താണ്, ആ ടെലിഫോൺ നമ്പർ യൂസ് ചെയ്തിട്ടാണല്ലോ. മനസ്സിലായോ? അപ്പോൾ അതേപോലെ സോക്കറ്റിന് എന്തുണ്ട്, സോക്കറ്റ് അഡ്രസ്സ് ഉള്ളതുപോലെ തന്നെ ടെലിഫോണിന് എന്തുണ്ട്, ടെലിഫോൺ നമ്പർ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഈ ടെലിഫോൺ എന്ന് പറയുന്ന ഡിവൈസിനോട് അറ്റാച്ച് ചെയ്തിട്ട് എന്തുണ്ട്, ആ ടെലിഫോൺ എന്ന് പറയുന്ന ഡിവൈസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനൊരു ടെലിഫോൺ നമ്പർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ബൈൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സോക്കറ്റ് ഐഡൻറ്റിഫിക്കേഷൻ ലൈക്ക് എ ടെലിഫോൺ നമ്പർ ടു കോൺടാക്ട്. ഒരു ടെലിഫോൺ നമ്പർ പോലെ ഒരു സോക്കറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള, ഇവിടെ നമ്മൾ ടെലിഫോണാണ് സോക്കറ്റ് എന്ന് പറഞ്ഞു, ആ സോക്കറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെലിഫോൺ നമ്പർ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതാണ് ബൈൻഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലിസൺ, അപ്പോൾ നമ്മൾ കോള് ചെയ്യാൻ പോവാണ് അല്ലേ. അപ്പോൾ കോള് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലിസൺ എന്ന് പറയുന്നത് എന്താണ്, റെഡി ടു റിസീവ് എ കണക്ഷൻ. ഇപ്പം നമ്മൾ റിസീവർ ആണെന്ന് കരുതാം, അപ്പം നമ്മൾ ആരെങ്കിലും കോള് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ലിസൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, ലിസൺ ചെയ്യുക, നമ്മൾ ഏത് കോളും സ്വീകരിക്കാൻ റെഡിയാണ്. അങ്ങനത്തെ ആ ഒരു പ്രോസസ്സ്, ആ ഒരു ഫങ്ഷൻ കോളിനെയാണ് ലിസൺ എന്ന് പറയുന്നത്. റെഡി ടു റിസീവ് എ കണക്ഷൻ, ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ റെഡിയാണ്, അല്ലെങ്കിൽ വേറൊരാളുടെ കോള് റിസീവ് ചെയ്യാൻ റെഡിയാണ്. അതാണ് ലിസൺ എന്നുള്ള സിസ്റ്റം കോൾ കൊണ്ട് അല്ലെങ്കിൽ ഫങ്ഷൻ കോൾ കൊണ്ട് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് എക്സെപ്റ്റ്. എക്സെപ്റ്റ് എപ്പോഴാണ് എക്സെപ്റ്റ് ആവുക, റെഡി ടു ആക്ട് ആസ് എ സെൻഡർ. ഇവിടെ നമ്മൾ എപ്പോഴാണ് കോൾ അക്സെപ്റ്റ് ചെയ്യുക, ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്തു, ഒരാൾ കണക്ഷൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരാൾ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റർ ഉണ്ടാവും അല്ലേ, ആ കോളർ അല്ലെങ്കിൽ ആ സെൻറ്റർ, ഇപ്പോൾ നമുക്ക് ആരാണോ കോൾ ചെയ്യുന്നത് അയാൾ സെൻറ്റർ ആക്ട് ചെയ്ത് അയാൾ നമ്മളെ ഫോണിലേക്ക് കോൾ വന്നാലാണ് അവിടെ കണക്റ്റ് ചെയ്യുക. നമ്മളെ കോളിലേക്ക് കോൾ കണക്റ്റ് ആയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ആ കോളിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക. മനസ്സിലായോ? അപ്പം കണക്റ്റ് എന്നുള്ള ഫംഗ്ഷൻ കോൾ കൊണ്ട് മീൻ ചെയ്യുന്നത് റെഡി ടു ആക്ട് ആസ് എ സെൻഡർ. ഈ ക്ലയൻറ്റിൽ നിന്നും സെർവറിലേക്ക് ഒരു കോൾ പോവുകയാണ്, അപ്പോൾ ഈ ക്ലയൻറ്റ് എന്താണ്, സെൻഡറായിട്ട് ആക്ട് ചെയ്യുകയാണ്. അതാണ് കണക്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇനി എക്സെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, കൺഫർമേഷൻ. ഇറ്റ് ഈസ് ലൈക്ക് എക്സെപ്റ്റിംഗ് ടു റിസീവ് എ കോൾ ഫ്രം സെൻഡർ. ഒരാളിൽ നിന്നൊരു കോൾ വരികയാണ് എന്നുണ്ടെങ്കിൽ അത് റിസീവ് ചെയ്യാൻ റെഡിയാണ് എന്നുള്ള കൺഫർമേഷൻ. അതാണ് എക്സെപ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ കോൾ എടുത്തു, നമ്മളെ ഫോൺ റിങ് ചെയ്തു, കോൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ലേ, ആ സെൻഡറും റിസീവറും തമ്മിൽ, അല്ലെങ്കിൽ ക്ലയൻറ്റും സെർവറും തമ്മിൽ എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡാറ്റേനെ എക്സ്ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഇൻഫോർമേഷനെ എക്സ്ചേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻഫോർമേഷനെ സെൻഡ് ചെയ്യുന്നതിന് റൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. ഇവിടെ സെൻഡ് എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സെൻഡ് എന്നോ റൈറ്റ് എന്നോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ ക്ലയൻറ്റ് റിസീവറിനോട് എന്തെങ്കിലും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻഫോർമേഷൻ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ
ആരാണ് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്ന ആൾ അയാളായിരിക്കും സെൻഡ് അല്ലേ, സെൻഡ് ഫംഗ്ഷൻ കോൾ യൂസ് ചെയ്യുക. ഇനി ഇത് റിസീവ് ചെയ്യുന്ന ആൾ, ഇൻഫോർമേഷൻ റിസീവ് ചെയ്യുന്ന ആൾ RACV എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഫോർമേഷൻ ഫംഗ്ഷൻ കോൾ യൂസ് ചെയ്യും. ഇനി അതുപോലെ തിരിച്ച് അങ്ങോട്ടേക്കും പോയാൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും അല്ലേ, ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫോൺ കോളിൻ്റെ കേസ് എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി ഒരു TCP കണക്ഷനാണ്, ഒരു കണക്ഷൻ ഓറിയൻറ്റഡ് ആണ് അല്ലേ. കണക്ഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഡാറ്റ ട്രാൻസ്ഫറിങ് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോൺ കോളിലൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ടൈം സംസാരിക്കാൻ പറ്റുന്നില്ലേ, ഉണ്ട് അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്, ഒരു TCP കണക്ഷൻ്റെ എക്സാമ്പിളാണ് നമ്മളുടെ ഫോൺ കോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്കും എന്ത് ചെയ്യാം, ഇൻഫോർമേഷനെ സെൻഡ് ചെയ്യാം. അതാണ് സെൻഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സെർവറാണ് ഡാറ്റേനെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ സെൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ യൂസ് ചെയ്യും. ക്ലയൻറ്റ് അത് റിസീവ് ചെയ്യുമ്പോൾ RACV എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ കോൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ സെൻഡിനും റിസീവിനും പകരം റൈറ്റ്, റീഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഫോണ് വെക്കുകയാണ്, നമ്മൾ ഡാറ്റേനെ പാസ് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിച്ചു, എന്ത് ചെയ്യും, ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, കോള് ഹാങ് ചെയ്യും അല്ലേ. നമ്മൾ ഫോൺ വെക്കും, ഫോൺ വെക്കുന്നതിനെയാണ് ക്ലോസ് എന്ന് പറയുന്നത്. ക്ലോസ് നമ്മൾ ഫോൺ വെക്കുന്നതോടെ എന്താണ്, അവിടുത്തെ കണക്ഷൻ ക്ലോസ് ആവുകയല്ലേ ചെയ്യുന്നത്, കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതാണ് ക്ലോസ് എന്ന് പറയുന്ന സിസ്റ്റം കോൾ യൂസ് ചെയ്യുന്നത്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സെർവറും ക്ലയൻറ്റും തമ്മിലുള്ള കണക്ഷൻ എന്ത് ചെയ്യാണ്, ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ഇത്രയും ഫംഗ്ഷൻ കോൾസ് ആണ് ഈ TCP ക്ലയൻറ്റ് സെർവർ ക്ലയൻറ്റ് ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോക്കറ്റ് എന്ന് പറയുന്നത് 2 എൻഡ് പോയിൻറ്റ്സുകൾ തമ്മിൽ എന്തുണ്ടാവും, കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ 2 എൻഡ് പോയിൻറ്റ്സുകൾ ഉണ്ടാവും. അതിനെയാണ് സോക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെർവറിനകത്തും ക്ലയൻറ്റിനകത്തും എന്തുണ്ടാവും, സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യണം. ദെൻ ഈ നമ്മളെ സോക്കറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ കോൾ യൂസ് ചെയ്യും. ആ ബൈൻഡിനകത്ത് എന്താണ് ഉണ്ടാവുക, സോക്കറ്റ് അഡ്രസ്സ് ആണ് ഉണ്ടാവുക. അപ്പം അതുപോലെ ലിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും ഒരു കണക്ഷൻ റിസീവ് ചെയ്യാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിസൺ ഫംഗ്ഷൻ കോൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ കണക്റ്റ് എന്ന് പറയുന്നത് സെൻറ്ററായിട്ട് ആക്ട് ചെയ്യുന്ന ആൾ കണക്റ്റ് സിസ്റ്റം കോൾ യൂസ് ചെയ്യും. അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ, ആ കണക്ഷൻ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോള് വരുന്ന കേസിൽ ആ കോള് റിസീവ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ഫംഗ്ഷൻ കോൾ എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യാം. അതുപോലെ സെൻഡ് എന്ത് ചെയ്യാണ്, ഡാറ്റേനെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻഡ് ഫംഗ്ഷൻ കോള്, ഡാറ്റേനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് RACV ഫംഗ്ഷൻ കോൾ യൂസ് ചെയ്യും. ദെൻ ആ കണക്ഷൻ ക്ലോസ് ചെയ്യും. നമ്മൾ ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, അവിടെ കണക്ഷൻ അങ്ങനെ ഇടില്ല, കണക്ഷൻ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. സോ കണക്ഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോസ് ഫംഗ്ഷൻ കോളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എക്സാമ്പിളാണ് ടെലിഫോൺ നെറ്റ്വർക്കിൽ എന്താണ് 2 എൻഡ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ടെലിഫോണാണ് അല്ലേ. ഈ ടെലിഫോണ് അതിന് അസൈൻ ഫോൺ നമ്പർ ഉണ്ടായിരിക്കും. ദെൻ കോളറും അതുപോലെ റിസീവറും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവ തമ്മിൽ ഡാറ്റേനെ എക്സ്ചേഞ്ച് ചെയ്യും. ഡാറ്റേനെ എക്സ്ചേഞ്ച് ചെയ്ത് കോൺവെർസേഷൻ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, കോള് വെക്കുക എന്ന് പറയുന്നത് കണക്ഷൻ ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇനിയിപ്പം നമ്മൾ ടെലിഫോണിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എന്താണ് സോക്കറ്റ്, എന്താണ് ബൈൻഡ്, എന്താണ് ലിസൺ, കണക്റ്റ്, അക്സെപ്റ്റ്, സെൻഡ്, റിസീവ്, ഈ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് പോയിന്റ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ നമ്മൾ ടെലിഫോണിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ സോക്കറ്റ് എന്താണ്, ആ ടെലിഫോണാണ് അല്ലേ, ആ ഡിവൈസാണ് സോക്കറ്റ് എന്ന് പറയുന്നത്. ബൈൻഡ് എന്ന് പറയുന്നത് എന്താണ്, അസൈൻ എ യൂണിക് ടെലിഫോൺ നമ്പർ. ഓരോ ടെലിഫോണിനും ആ ഓരോ സോക്കറ്റിനും ഉണ്ടാവും യുണീക്ക് ആയിട്ടുള്ള ഒരു ടെലിഫോൺ നമ്പർ ഉണ്ടാകും അല്ലേ. അതാണ് ബൈൻഡ് എന്ന് പറയുന്നത്. ലിസൺ എന്ന് പറയുന്നത് വെയിറ്റ് ഫോർ എ കോളർ, ഒരു കോളർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. കണക്ഷൻ സോക്കറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു കോളർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, അതാണ് ലിസൺ. ദെൻ കണക്റ്റ് എന്ന് പറയുന്നത് ഡയൽ നമ്പർ. നമ്മളൊരു നമ്പർ ഡയൽ ചെയ്തിട്ടല്ലേ നമ്മൾ മറ്റുള്ള ഒരു നോട്ടിലേക്ക് കണക്ട് ചെയ്യുന്നത് അല്ലേ, അല്ലെങ്കിൽ വേറൊരു ഫോണിലേക്ക് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ ഫോണിൻ്റെ നമ്പർ ഡയൽ ചെയ്തിട്ടാണ് അല്ലേ. അപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയൽ നമ്പർ. ദെൻ അക്സെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവ് എ കോൾ, ഒരു കോൾ റിസീവ് ചെയ്യാൻ റെഡി ആണെങ്കിൽ അത് അക്സെപ്റ്റ് ആണ്. ദെൻ സെൻഡ്, റിസീവ്, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നമ്മൾ എന്ത് ചെയ്യും, സംസാരിക്കുന്നുണ്ട്, ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ സെൻഡും റിസീവും ആണ് നടക്കുന്നത്. ദെൻ നമ്മൾ ആ ഫോൺ കോൾ കട്ട് ചെയ്യാണ്. അപ്പം എന്താണ്, ഹാങ് അപ്പ് ചെയ്യുമ്പോൾ അവിടെ എന്താണ്, ക്ലോസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു സോക്കറ്റ് പ്രോഗ്രാമിങ്ങിനകത്ത് എക്സാമ്പിളായിട്ട് വരുന്നത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സോക്കറ്റ് പ്രോഗ്രാമിങ്ങിനകത്ത് മനസ്സിലാക്കേണ്ടത്. സോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്, ഒരു എൻഡ് പോയിന്റ് അല്ലെങ്കിൽ നോഡിനെയാണ് എന്തെന്ന് പറയുന്നത് സോക്കറ്റ് എന്ന് പറയുന്നത്. സോക്കറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? 2-way കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെറ്റ്വർക്കിലുള്ള ഡിവൈസുകൾ തമ്മിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസുകൾ തമ്മിൽ 2-way കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോക്കറ്റ് യൂസ് ചെയ്യുന്നത്. സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് സോക്കറ്റ് സിസ്റ്റം കോൾ യൂസ് ചെയ്തിട്ടാണ്. സോക്കറ്റിനകത്ത് സ്പെസിഫിക് അഡ്രസ്സ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു സോക്കറ്റ് അഡ്രസ്സ് ഉണ്ടായിരിക്കും. സോക്കറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് IP അഡ്രസ്സിൻ്റെയും പോർട്ട് നമ്പറിൻ്റെയും കോമ്പിനേഷനെയാണ് സോക്കറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇനി സോക്കറ്റ് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത് ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻസിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു.